സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം കക്ഷിയായി അല്ലെങ്കിൽ AIDMK DMKക്ക് ശേഷം ഉയർന്നു വരുന്ന കക്ഷി തന്നെയാണ് BJP. സർ, BJPയുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞുപോയ ഒരു കാര്യം, തിരുപ്പുറം കുണ്ടത്ത് ഒരു വിളക്ക് കത്തിക്കുമെന്നും, അതായത് മുരുകൻ്റെ ഏറ്റവും വലിയ ഭഗവാൻ ശ്രീ മുരുകൻ്റെ ഏറ്റവും വലിയ ആരാധനാലയമായ തിരുപ്പുറം കുണ്ടത്ത് വിളക്ക് കത്തിക്കുക, അവിടെ ഈ പറയുന്ന രീതിയിൽ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കുക എന്ന് പറയുമ്പോൾ, സർ, തിരുപ്പുറം കുണ്ടത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒന്ന് പറയാമോ? അയ്യപ്പദാസ പ്രസിദ്ധമായ ആ തമിഴ് ഗാനം കേട്ടിട്ടില്ലേ? തിരുപ്പുറം കുണ്ടത്ത് നീ സിരിത്താൽ ചിരിച്ചാൽ മുരുക എന്ന് പറയുന്നതിന്റെ മലയാള വെർഷൻ കേട്ടിട്ടുണ്ട് സാർ. അതായത് മുരുകസ്വാമിയുടെ അറുപടൈ വീടുകൾ എന്ന് പറയും. 6 പ്രധാനപ്പെട്ട വീടുകളാണ്, വാസസ്ഥലങ്ങളാണ് തമിഴ്നാട് എന്താ വേലിന്റെ രൂപം തന്നെ കണ്ടാൽ അറിയാം, വേൽ രൂപമാണ്. 6 പ്രധാനപ്പെട്ട വീടുകളാണുള്ളത്. അതില് വളരെ പ്രധാനപ്പെട്ടതും പറഞ്ഞില്ല, ഒന്നും പിന്നെ നമ്മൾ അതിനെ അങ്ങനെ തരംതിരിക്കാൻ പറ്റുകയെങ്കിലും തിരുപ്പുറം കുണ്ട്രം മല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മധുരയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് മാറിയാണ്. ചെങ്കോട്ടയ്ക്ക് വരുന്ന വഴി പിന്നെ 10 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറി രാജപാളയം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരുപ്പറംകുണ്ട്രം വരുന്നത്. അപ്പൊ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു മുരുകക്ഷേത്രം ഉള്ളത്. അത് മലകളിലാണ്, മലകൾ കാർവ് ചെയ്തിരിക്കാതെ മലകളിൽ കൊത്തി ഉണ്ടാക്കിയ ക്ഷേത്രമാണ്. അത് മുരുകസ്വാമിയുടെ മുഖവും ശരീരവും മാത്രം മലകളിൽ തന്നെയാണ്, അതിന്റെ പുറകുവശം മലയാണ്. അങ്ങനെയാണ് അതിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു രൂപമാണ്. അപ്പൊ ഒരിക്കലും ആ വിഗ്രഹം, അവിടുത്തെ വിഗ്രഹം ഇളക്കി മാറ്റാൻ സാധിക്കുകയില്ല. അത് മല തുരന്ന് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയാം, അത് ഒരുപാട് പടികളൊക്കെ ചവിട്ടി കടന്നിട്ട് വേണം അതിന്റെ മുകളിൽ സ്ഥാനത്ത് നമ്മൾ എത്തുന്നതിനാണ്. മുരുകസ്വാമി അവിടെ അങ്ങനെ മലകളിൽ അങ്ങനെ കല്ലിൽ കൊത്തിയിരിയെടുത്തിരിക്കുന്ന വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ, വളരെ വർഷങ്ങൾ പഴക്കമുള്ള വളരെ പൗരാണികമായ ക്ഷേത്രമാണ്. അത് മുരുകസ്വാമിയുടെ 6 വീടുകള്, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 6 വീടുകളില് പിന്നെ ഒന്നാണ് ഇത്. അപ്പൊ മറ്റേ ഇതെല്ലാം സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പോലെ പഴനിയാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ തിരുമല പഴമുതിർച്ചോലയുണ്ട്, അതേപോലെ തന്നെ സ്വാമിമലയുണ്ട്, സ്വാമിമല, തിരുത്തണി, അങ്ങനെ വരുന്ന 5 പിന്നെ മറ്റ് വീടുകളുമുണ്ട്. അത് തിരുപ്പറംകുണ്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുരുകസ്വാമി ദേവയാനിയെ വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തമിഴരെ സംബന്ധിച്ചിടത്തോളം വലിയ ആരാധനയാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ വലിയ തിരക്കുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തില് കാർത്തിക നാളിൽ ദീപം തെളിയിക്കുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ വലിയൊരു ചടങ്ങ്. ഈ മലയുടെ മുകളിലാണ് മുരുകസ്വാമി നിൽക്കുന്ന പിന്നെ പ്രതിഷ്ഠയ്ക്ക് മുകളിലായിട്ടാണ് അത് വരുന്നത്. ആ മലയുടെ മുകളിലെ കാർത്തിക ദിവസം വിളക്ക് തെളിയിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് DMK സർക്കാർ, പ്രത്യേകിച്ച് സ്റ്റാലിനാണ് അക്കാര്യത്തില്. സ്റ്റാലിൻ എന്നും അങ്ങനെ തന്നെയാണല്ലോ, സനാതന ധർമ്മങ്ങളൊക്കെ പ്ലേഗാണ്, എയ്ഡ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്ന സമൂഹമാണ് അവര്. തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്, ഹിന്ദുക്കൾ വളരെ മെജോറിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഈ മാതിരി സനാതന ധർമ്മത്തെ എന്നും എതിർക്കുന്ന ഒരു ഗ്രൂപ്പാണ് തമിഴ്നാട് ഭരിച്ചത്. അത് തമിഴ്നാട് DMK ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അവര് പരസ്യമായിട്ട് പറയുകയും ചെയ്യും കേട്ടോ. സ്റ്റാലിനാണെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണെങ്കിലും പരസ്യമായിട്ട് പറയുകയും ചെയ്യും, ഞങ്ങൾ ഇതിനെ സനാതന ധർമ്മത്തെ എതിർക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. പിന്നെ അവരുടെ സാമ്പത്തിക സ്രോതസ്സാണ്. എന്തുകൊണ്ട് അവർക്ക് അധികാരത്തിൽ കിട്ടുന്നു, എന്തുകൊണ്ട് അവർ അധികാരത്തിൽ വരുന്നു എന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തിക ശക്തി കൊണ്ടാണ്. ഇപ്പൊ തന്നെ വന്ന തെരഞ്ഞെടുപ്പ് പത്രികയ്ക്കകത്ത് നമ്മൾ കണ്ടില്ലേ, ആദ്യം ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണല്ലോ, അടുത്ത ആഴ്ച അവിടെയും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രധാനപ്പെട്ട 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. DMK സഖ്യം അവിടെ പ്രഖ്യാപിച്ചത് 5000 രൂപയാണ് പ്രതിമാസം. 5000 രൂപയും 2 ഗ്യാസ് സിലിണ്ടറുകള്, പിന്നെ അതേപോലെ തന്നെ ബസ്സുകളിൽ ഇപ്പൊ തന്നെ അവിടെ സ്ത്രീകൾക്ക് സൗജന്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. അതേ തുടർന്നാണ് ഇപ്പൊ AIDMK സഖ്യം. AIDMK, അതായത് എടപ്പാടി പളനിസ്വാമിയാണ് ഇപ്പൊ AIDMK നയിക്കുന്നത്. MG രാമചന്ദ്രന്റെയും ജയലളിതയുടെയും കാലശേഷം പിന്നെ പനീർശെൽവം ഉണ്ടായിരുന്നു, പനീർശെൽവം എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ജയലളിതയുടെ പിൻഗാമിയായിട്ടൊക്കെ വന്നതാണെങ്കിലും അദ്ദേഹം ഇപ്പൊ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. മറുകണ്ഠം ചാടി
അദ്ദേഹം DMKക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ എപ്പോഴും അങ്ങനെയാണ്. ആയാറാം ഗയാറാം സിസ്ഥാന്തമാണല്ലോ. എന്ത് നേട്ടം കിട്ടുന്ന നേതൃത്വത്തിന്റെ പുറകിന് ചാടുക എന്നുള്ള ഒരു നിലപാടാണ് തമിഴ്നാട്ടിലെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ EPS OPS സഖ്യം അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. ഈ പിന്നെ എടപ്പാടി പളനിസ്വാമിയും പനീർസെൽവവും. അതിൽ നിന്ന് പനീർസെൽവം ഇപ്പൊ DMKയിലേക്ക് പോയി. പക്ഷേ എടപ്പാടി അതേപോലെ തന്നെ സ്റ്റേബിൾ ആണ്. അവർക്ക് നല്ല വോട്ട് ബാങ്ക് ഉണ്ട്, നല്ല വോട്ട് ബേസ് ഉള്ള ഒരു പിന്നെ മുന്നണിയാണ് അവരുടെ എന്ന് പറയുന്നത് DMK പിന്നെ ADMK എന്ന് പറയുന്നത്. അത് MGR കേരളത്തിൽ സൃഷ്ടിച്ച ഒരു വലിയ പാരമ്പര്യവും തന്നെയാണ്. അവരോടൊപ്പമാണ് BJP മത്സരിക്കുന്നത്. ആദ്യം BJPയുടെ സഖ്യത്തെ സംബന്ധിച്ചൊക്കെ ചില ധാരണകളും ഒക്കെ ഉണ്ടായിരുന്നത് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച്. വിജയ് ഇപ്പൊ പുതിയതായിട്ട് തമിഴ് വെട്രിവേൽ കഴകം എന്നും പറഞ്ഞിട്ട് സിനിമാ നടൻ സൂപ്പർ സ്റ്റാർ വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ പാർട്ടി മൂന്നാം മുന്നണിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട 3 മുന്നണികളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. DMKയും ADMK BJP സഖ്യവും അതോടൊപ്പം തന്നെ TVK തമിഴ് വെട്രിവേൽ കഴകം വിജയുടെ പാർട്ടി. അപ്പൊ വളരെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വലിയ ശക്തമായ ത്രികോണ മത്സരമാണ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ADMK BJP സഖ്യം, ഈ ADMK BJP സഖ്യം അവരുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക പ്രഖ്യാപിച്ച കൂട്ടത്തിലാണ് ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണാത്ത 2 വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അതിനകത്ത് വന്നു. ക്ഷേമ പദ്ധതികൾ അവർ വന്നു. അവര് പിന്നെ DMK 5000 പറഞ്ഞപ്പോൾ ഇവർ 10,000 പ്രഖ്യാപിച്ചു. 10,000 രൂപ വീതം മാസം കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ വിശേഷ ദിവസങ്ങളിലെ 3 ഗ്യാസ് സിലിണ്ടറുകൾ കൊടുക്കാം. പിന്നെ മറ്റൊരുപാട് സൗജന്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവരുടെ പ്രകടന പത്രികയിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അവർ പറഞ്ഞത് തിരുപ്പറം കുன்றത്തിൽ കാർത്തിക നാളിൽ ദീപം തെളിയിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു എന്താണ് അതിന്റെ കാര്യം നോക്കിയപ്പോഴാണ് അതിന്റെ പഴയ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് അവിടെ വിളക്ക് കത്തിക്കാൻ സമ്മതിക്കുന്നില്ല. DMK സർക്കാർ സമ്മതിക്കുന്നില്ല. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഭരണം അങ്ങനെയാണല്ലോ. നമ്മുടെ ഇവിടുത്തെ പോലെ ദേവസ്വം ബോർഡില്ല, സർക്കാരിന്റെ നേരിട്ടുള്ള ഭരണത്തിലാണ്. ഈ തിരുപ്പറംകുന്றம் ക്ഷേത്രത്തിലെ കാർത്തിക നാളിൽ വിളക്ക് കത്തിക്കാനായിട്ടുള്ള അനുമതി കൊടുക്കുന്നില്ല. അതിന് കോട്ടലക്ഷ്യമായി അത് വിളക്ക് കത്തിക്കണം എന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയുടെ സിംഗിൾ സ്വാമിനാഥൻ ഒരു ജഡ്ജിയാണ് ഉത്തരവിട്ടത്. അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളെ അനുവദിക്കണം, അവര് പോയി വിളക്ക് കത്തിക്കട്ടെ. അപ്പൊ അതിനകത്തിലെ തർക്കം എന്ന് പറയുന്നത് ഇതിന്റെ പുറകെ സിക്കന്ദർ മല എന്നൊരു മലയുണ്ട്. ഇതിന്റെ മറുവശമാണ് ഈ തിരുപ്പറംകുன்றത്തിന്റെ ക്ഷേത്രത്തിന്റെ മറുവശമാണ് അത് സിക്കന്ദർ മല. അത് മുസ്ലിം ആരാധന നടക്കുന്നുണ്ട് അവിടെ. അതിന്റെ അതായത് നമ്മളെ മലയിലേക്ക് കയറുമ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിയുന്നിടത്ത് സിക്കന്ദർ മല, അതിന്റെ മുകളിലാണ് ഇവരുടെ ആചാരങ്ങൾ നടക്കുന്നത്. അവരവിടെ മത്സ്യമാംസാദികളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഈ മലയുടെ മുകളിൽ. നോക്കുക, മുരുകസ്വാമി നിൽക്കുന്ന മലയുടെ മുകളില് മാംസങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഇത് അവർ വേവിച്ചു കൊണ്ടുവന്നിട്ടാണ് അവിടെ അവിടെ ഇത്തരം പൂജകളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, അവിടെ തന്നെ അതിനെ വെട്ടി അറക്കുകയാണ്. മൃഗങ്ങളെ അവിടെ തന്നെ വെട്ടി അറുത്ത് പാകം ചെയ്യുന്ന അങ്ങനെ ഒരു ആചാര രീതിയാണ് അവരുടേത്. അവരുടെ ഒരു വിശ്വാസമാണെന്നാണ് പറയുന്നത്. സിക്കന്ദർ മല എന്നാണ് അതിന്റെ സിക്കന്ദർ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസി, അവരുടെ ഒരു വലിയ ആചാര്യന്റെ പേരിലാണ് ഈ മല അറിയപ്പെടുന്നത്. ഇതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ഇതിന്റെ ഈ കേസ് വന്ന സമയത്ത്. അപ്പൊ അന്ന് ഹിന്ദു സംഘടനകൾ പറഞ്ഞിരുന്നത് സിക്കന്ദർ മലയല്ല, ഇത് തിരുപ്പറംകുന്றம் മല തന്നെയാണ്. വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അവർ മറുവാദം കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് അറിയാമോ? മുരുകസ്വാമിക്ക് സ്കന്ദൻ എന്നൊരു പേരുണ്ടല്ലോ, സ്കന്ദൻ എന്നൊരു പേരുണ്ട്. അപ്പൊ അതിൽ ലോപിച്ചതാണ്. അതിനകത്തിലെ I എന്ന് പറയുന്ന അക്ഷരമൊക്കെ പോയിട്ട് അങ്ങനെ സ്കന്ദർ മലയാണ്, ഇത് സ്കന്ദർ മലയാണ്. അങ്ങനെ ആ സ്കന്ദന്റെ പേരിലുള്ളതല്ല ഇത്, സിക്കന്ദർ മല തന്നെയാണ്. അതിനെ സ്കന്ദന്റെ പേരിൽ അവർ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇവർ കൊണ്ടുവന്നത്. നോക്ക്, അവർ കേസിനെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കാമെന്ന് അങ്ങനെ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ തമിഴ്നാട് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലെ ജസ്റ്റിസ് സ്വാമിനാഥൻ ഉറച്ച അയ്യപ്പ വിശ്വാസിയൊക്കെ വളരെ ഭക്തനായിരുന്നു അദ്ദേഹം. മുരുകസ്വാമിയുടെ വലിയ ഭക്തനാണ്. തമിഴ്നാട്ടിലെ ആളുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഒരു ദിവസമോ 2 ദിവസമോ ഒരു ആഹാരം കഴിക്കാതിരിക്കും. പക്ഷെ മുരുകസ്വാമിയെ പോയിന്ന് തൊഴുതില്ലെന്നുണ്ടെങ്കിൽ, മുരുകസ്വാമിയെ ദർശിച്ച് തൊഴുതില്ലെന്നുണ്ടെങ്കിൽ തമിഴന് ഉറങ്ങാൻ പറ്റുകയില്ല. അതാണ് തമിഴ്നാടിന്റെ അതിന്റെ പ്രത്യേകത. ഏതാണ് വളരെയേറെ ഇപ്പൊ ഇന്ന് പറഞ്ഞില്ലേ, നമ്മളെ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയിലുകൾ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മയിലുകൾ കാണുന്നത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു പറഞ്ഞില്ലയോ, അതിനെ ഇത്രയും വലിയ ആരാധനയോടെ കാണുന്ന ഒരു സമൂഹം എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്കറിയാവുന്നതാണ്. തിരുച്ചെന്തൂർ അടക്കം നമുക്കറിയാവുന്നതാണ്. മറ്റൊരു അറിവുടെ വീടാണല്ലോ തിരുച്ചെന്തൂർ എന്ന് പറയുന്നത്, കടലോരത്തുള്ള ക്ഷേത്രം. അപ്പൊ അങ്ങനെ ജസ്റ്റിസ് സ്വാമിനാഥനാണ് കർശനമായിട്ട് ഉത്തരവിട്ട് കൊടുത്തു.
ഇവർക്ക് വിളക്ക് കത്തിക്കട്ടെ, കാർത്തിക നാളവർ വിളക്ക് കത്തിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തയ്യാറായി. ഒരു വ്യക്തിയാണ് ഹർജി കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തോട് അനുവദിച്ചു, താങ്കൾ പോയി കത്തിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭയമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ ആരെങ്കിലും കൂടെ വരണം. കാരണം ഈ സിക്കന്ദർ മലയിലെ മറ്റേ മുസ്ലിം ആരാധനയ്ക്ക് വരുന്ന ആളുകളുണ്ട്, അവരെന്നെ ചിലപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്തെങ്കിലും ഒന്ന് ഭയപ്പെട്ടിട്ട്. അപ്പൊ ഒരു കോടതി ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 10 പേരെയുമായിട്ട് പൊക്കോളുക, 10 ആളുകളെയും കൂട്ടി നിങ്ങൾ പോയിക്കോളുക, അപ്പൊ സംരക്ഷണമാകുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 10 ആളുകളെയും കൂട്ടി പോകാനായിട്ട് ഇദ്ദേഹം തയ്യാറാകുന്ന സമയത്താണ് തമിഴ്നാട് സർക്കാർ നമ്മുടെ പഴയ 144 അവിടെ പ്രഖ്യാപിച്ചു കളഞ്ഞു, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കളഞ്ഞു. അവ ഇത്ര പേരിൽ കൂടുതൽ ചേരുന്നത് നിരോധന ആജ്ഞ ലംഘിക്കാനൊക്കത്തില്ലല്ലോ. 10 പേരാണ് ഇവരെ വിളക്ക് കത്തിക്കാൻ പോയാൻ തയ്യാറായതാണ്. എണ്ണയും തിരിയുമായിട്ടൊക്കെ പോകാൻ പോയ ആളുകളെയാണ് 144 പ്രഖ്യാപിച്ച് തടഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല. വിളക്ക് കത്തിക്കാൻ പറ്റാതെ വന്നപ്പോഴത്തെ വീണ്ടും അദ്ദേഹം കോടതിയെ സമീപിച്ചു. അപ്പൊ ജസ്റ്റിസ് സ്വാമിനാഥൻ പറഞ്ഞു, അത് കോടതി അലക്ഷ്യമാണ്, കോടതി ഇട്ട ഉത്തരവിന് അലക്ഷ്യമായി കാണിച്ചിരിക്കുകയാണ് നിങ്ങളിത്. അപ്പൊ തമിഴ്നാട് അവിടുത്തെ മധുരയുടെ കീഴിൽ വരുന്ന SPയെ വിളിച്ചിട്ട് അദ്ദേഹം ശാസിച്ചു, നിങ്ങൾ കോടതി ലക്ഷ്യമാണ് കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ തമിഴ്നാട് സർക്കാർ ശക്തമായിട്ട് ഇടപെട്ടു. അവരുടൻ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ വന്നു. അതായത് തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ്. മധുരയിൽ അവർക്ക് വലിയൊരു ബെഞ്ചുണ്ടല്ലോ. 2 തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ നടക്കുന്ന അവിടെയാണ്. മധുര അവരുടെ സെക്കൻഡ് ക്യാപിറ്റലാണ്, അതറിയാമല്ലോ. അപ്പൊ മധുര ബെഞ്ചിലാണ് ഇതിന്റെ അപ്പീൽ വരുന്നത്. മധുര ബെഞ്ചിൽ അപ്പീൽ വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞു, ജസ്റ്റിസ് സ്വാമിനാഥന്റെ ഉത്തരവ് ശരി തന്നെയാണ്, അവിടെ വിളക്ക് കത്തിക്കണം, അവിടെ വർഷങ്ങളായിട്ടുള്ള ആചാരമാണ്, ആചാരം മുടങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് അപ്പീലായി. അപ്പീലിനെ അനുവദിച്ചുകൊണ്ട് ആ സമയത്ത് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നതാണ് നമ്മൾ അതിനകത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിറ്റേ ദിവസം തന്നെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ പിറ്റേ ദിവസമല്ല, അന്ന് വൈകുന്നേരം തന്നെ അവരെ ഇതിനെതിരെ സ്റ്റേ വാങ്ങിക്കുന്നതിനായിട്ടുള്ള കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതിയോട് അന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടത് വളരെ അടിയന്തരമാണ്, കേൾക്കണം, പെട്ടെന്ന് ഈ ഉത്തരവ് തടയണം, ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് തടയണം എന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി, ഇതിന്റെ രോഗം അവർക്ക് മനസ്സിലായി, അവര് തടഞ്ഞൊന്നുമില്ല, അത് സാരമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ പറയുന്ന പോലെ ധൃതിയുടെ ഒന്നും കാര്യമില്ല, അതിന്റെ പ്രൊസീജിയർ തന്നെ പോകട്ടെ, അപ്പൊ അങ്ങനെ ധൃതി വെച്ച് തടയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കേസ് അങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ഇനി വാദം വരാൻ പോവുകയാണ് ആ കേസിനെ സംബന്ധിച്ച്. അപ്പൊ ഈ ഒരു വിഷയമാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ ADMK BJP സഖ്യം ഉയർത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവവായുവാണ്, തമിഴിന്റെ ജീവവായുവാണ് മുരുകസ്വാമി എന്ന് പറയുന്നത്. മുരുകസ്വാമിയെ ഒരു ദിവസം ദർശിക്കാതെ, ക്ഷേത്രത്തിൽ പോകാതെയോ, ഒരാരാധന നടത്താതെയോ, അല്ലെങ്കിൽ വീട്ടിൽ പോലും ഒരു പൂജ നടത്താതെ തമിഴിനൊരു ദിവസമില്ല. തമിഴിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദിവസമില്ല അവർക്ക്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് പ്രകടന പത്രികയ്ക്കകത്തിൽ വന്നിരിക്കുന്നു, തിരുപ്പറംകുണ്ട്രം ക്ഷേത്രത്തിൽ അടുത്ത തവണ കാർത്തിക ദീപം തെളിയിക്കും. അതാണ് അവരുടെ വലിയ പ്രഖ്യാപനം. വലിയ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഈ അടുത്ത സമയത്ത് തന്നെ വലിയ ഇഷ്യൂ ആയിരുന്നു. അണ്ണാമലൈ എന്ന് പറയുന്ന BJP നേതാവ്, അദ്ദേഹം പഴയ IPS കാരനാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. അതെ, ഏതായാലും സാർ, അപ്പൊ നമ്മളിവിടെ ഇത് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രകടന പത്രികയിൽ ഇത് നമ്മള് ഇങ്ങനെ അവരുടെ ഒരു ആഗ്രഹം പറയുമ്പോൾ അത് BJP അടങ്ങുന്ന ADMK സഖ്യം ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ നിറവേറ്റപ്പെടും എന്ന് തന്നെ പറയാം. രണ്ടാമത് സാർ പറയുന്നത് പോലെ അത്തരത്തിൽ അവരുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മനസ്സറിഞ്ഞ് അവർ കണ്ട് ചെയ്യുന്നു എന്ന് തന്നെയല്ലേ ഇതിലൂടെ നമുക്ക് പറയാൻ കഴിയുക? ഇതിന്റെ ചുരുക്കെഴുത്തായി അങ്ങനെയല്ലേ സാർ പറയാൻ കഴിയുക? അത് തന്നെയല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഞാൻ കണ്ടത്, തൈപ്പൂയം. ആലോചിച്ച് നോക്കുക, മുരുകസ്വാമിയുടെ ഏറ്റവും വലിയ ആഘോഷം തൈപ്പൂയം, കാവടിയാട്ടം. നമുക്കറിയാമല്ലോ, തൈപ്പൂയം അവിടുത്തെ സംസ്ഥാന ഉത്സവമായിട്ട് പ്രഖ്യാപിക്കും. അതാണ് രണ്ടാമത്തെ പ്രഖ്യാപനം. തമിഴന്മാരെ നമ്മൾ പറഞ്ഞല്ലോ, തമിഴ്നാടിന്റെ പൾസിലാണ്, ഹാർട്ടിലാണ് തൊട്ടിരിക്കുന്നത്. ഈ ADMK BJP സഖ്യം തൊട്ടിരിക്കുന്നത് തമിഴന്റെ ഓരോ ഹൃദയത്തെയാണ്, അവന്റെ സ്പന്ദനങ്ങളെയാണ്. ആ സ്പന്ദനങ്ങളാണ് കാണുന്നത്. മറ്റെല്ലാം നമ്മൾ മാറ്റിവെക്കുക. ഒരു പണം കൊടുക്കാമെന്ന് പറഞ്ഞതോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്താമെന്ന് പറഞ്ഞതോ, വായ്പ കൊടുക്കാമെന്ന് പറഞ്ഞതോ ഒക്കെ മാറ്റിവെക്കുക. തൈപ്പൂയം അവിടുത്തെ സംസ്ഥാന ഉത്സവമായിട്ട് മാറ്റുന്നു. അതേപോലെ തന്നെ തിരുപ്പറംകുണ്ടത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നു. ഒരു പക്ഷെങ്കില് ADMK സംബന്ധിച്ചിടത്തോളം MGRും ജയലളിതയും ഒന്നും അങ്ങനെ ആയിരുന്നല്ലോ പണ്ട്, സിനിമാ നടന്മാര് വേണമായിരുന്നു. ആ പോപ്പുലാരിറ്റിയാണ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ ഇതാ മുരുകസ്വാമിയാണ് ഇപ്രാവശ്യം ADMKയും BJP സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്നാണ് എനിക്ക് ഈ പ്രകടന പത്രിക കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം. നന്ദി, താങ്ക് യു സാർ.